നമുക്ക് ഇൻഫിനിറ്റ് സീക്വൻസസിലുള്ള നമ്മുടെ 10ാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ സെഷനിൽ നമ്മൾ മോണോട്ടോൺ കൺവെർജൻസ് തിയറം എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതുപയോഗിച്ച് നമുക്ക് 2 പ്രോബ്ലം കൂടി ചെയ്യാം. ആദ്യം മോണോട്ടോൺ കൺവെർജൻസ് തിയറം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബൗണ്ടഡ് സീക്വൻസ് എന്താണ് എന്നറിയണം. സോ സപ്പോസ് വി ഹാവ് എ സീക്വൻസ് AN. Sequence AN. We say that this sequence AN is bounded above if there exists some positive number m greater than 0 such that AN is less than or equal to m for all n element of natural numbers. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസ് ബൗണ്ടഡ് എബോവ് എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിലുള്ള എല്ലാ ടേംസിനേക്കാളും വലിയ ഒരു റിയൽ നമ്പർ ഉണ്ടായിരിക്കണം. സോ നമ്മളത് ബൗണ്ടഡ് എബോവ് ആണെന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് സീക്വൻസ് AN ബൗണ്ടഡ് ബിലോ എന്ന് പറയുക? ദിസ് ഈസ് ബൗണ്ടഡ് ബിലോ ഇഫ് ഈ സീക്വൻസിലുള്ള എല്ലാ എലമെൻസിനേക്കാളും ചെറിയ ഒരു ആള് ഈ എം എന്ന് പറയുന്ന ഒരാൾ ഞാൻ എടുത്തിരിക്കുകയാണ്. ഇത് എല്ലാ ANനേക്കാളും ചെറുത്, m ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN ഫോർ ഓൾ n എലമെന്റ് ഓഫ് n. അതായത് സീക്വൻസിലുള്ള എല്ലാ ടേംസിനേക്കാളും ചെറിയ ഒരു നമ്പർ ഉണ്ടായിരിക്കണം. സോ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സീക്വൻസ് ബൗണ്ടഡ് എബോവ് ആണോ ബൗണ്ടഡ് ബിലോ ആണോ എന്ന് പറയുന്നത്? അപ്പോൾ ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയുകയാണെങ്കിൽ സീക്വൻസ് AN is said to be bounded ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ if it is both bounded above and bounded below. അപ്പോൾ അത് ബൗണ്ടഡ് എബോവും ആയിരിക്കണം, ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളത് ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് പറയുക. അപ്പോൾ നേരത്തെ നമുക്ക് കഴിഞ്ഞ സെഷനിൽ മോണോട്ടോൺ സീക്വൻസ് പറഞ്ഞപ്പോൾ ഒന്നുകിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണെങ്കിൽ മോണോട്ടോൺ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒന്നായാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ബൗണ്ടഡ് ബിലോയും ആകണം, ബൗണ്ടഡ് എബോവും ആകണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ സീക്വൻസ് AN ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? സപ്പോസ് ഐ ആം ടേക്കിംഗ് സെറ്റ് സീക്വൻസ് 1 2 3 എക്സെട്ര. അതായത് സീക്വൻസ് N. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ ബൈ 1 അല്ലേ? ബിക്കോസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫോർ ഓൾ n എലമെന്റ് ഓഫ് n. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. സോ ബൗണ്ടഡ് ബിലോയാണ്. ഈസ് ഇറ്റ് ബൗണ്ടഡ് എബോവ്? ഈ സീക്വൻസിലുള്ള എല്ലാവരേക്കാളും വലിയൊരു റിയൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സീക്വൻസ് എന്ന് പറയുന്നതിന് ഒരു അപ്പർ ബൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ബൗണ്ടഡ് എബോവ് അല്ല, പക്ഷെ ബൗണ്ടഡ് ബിലോയാണ്. അപ്പോൾ ഇത് ബൗണ്ടഡ് സീക്വൻസ് ആണോ? അല്ല. കാരണം ബൗണ്ടഡ് സീക്വൻസ് ആവണമെന്നുണ്ടെങ്കിൽ ബൗണ്ടഡ് എബോയും ആകണം, ബൗണ്ടഡ് ബിലോയും ആകണം. ഇത് ബൗണ്ടഡ് ബിലോ മാത്രമേ ആവുന്നുള്ളൂ, ബൗണ്ടഡ് എബോ ആവുന്നില്ല. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ ബൗണ്ടഡ് സീക്വൻസ്. ഇനി നമുക്ക് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് നോക്കാം. -1 -2 -3 എക്സെട്ര. ദിസ് ഈസ് ബൗണ്ടഡ് എബോവ് അല്ലേ? കാരണം എല്ലാ സീക്വൻസിലുള്ള എല്ലാ ആൾക്കാരും, ഇതാണ് നമ്മുടെ AN, ഇവരെല്ലാവരും -1നേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ 0നേക്കാളും ചെറുതാണ്. എവരിത്തിങ് ഈസ് ബിലോ 0. സോ ദർ ഈസ് എൻ അപ്പർ ബൗണ്ട്. 0 ഈസ് എൻ അപ്പർ ബൗണ്ട് ഓർ -1 ഈസ് എൻ അപ്പർ ബൗണ്ട്. സോ ദർ എക്സിസ്റ്റ് സം അപ്പർ ബൗണ്ട്. പക്ഷേ ഇതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടാവുമോ? ബൗണ്ടഡ് ബിലോ ആണോ ഇത്? ഇല്ല. കാരണം ഈ സീക്വൻസിലുള്ള എല്ലാവരേക്കാളും ചെറിയ ഒരു റിയൽ നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ ഇത് ബൗണ്ടഡ് എബോവ് ആണ്, നോട്ട് ബിലോ. ഓക്കെ, അപ്പോൾ ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണോ? അതുമല്ല. കാരണം ബൗണ്ടഡ് സീക്വൻസ് ആവണമെങ്കിൽ ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോയും ആവണം. ഇത് ബൗണ്ടഡ് എബോവ് ആണ്, പക്ഷെ ബൗണ്ടഡ് ബിലോ അല്ല. അതുകൊണ്ട് ഇതും ബൗണ്ടഡ് സീക്വൻസ് അല്ല. Now consider this example sequence 1 by n. എന്ന് വെച്ചാൽ 1, 1/2,
1/3 എക്സെട്ര. ഈ സീക്വൻസിൽ വണ്ണിനേക്കാളും വലിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ സീക്വൻസിലുള്ള എല്ലാവരും വണ്ണിനേക്കാൾ ചെറിയവരാണ്. ഇവരെല്ലാവരും സീറോയിനേക്കാൾ വലിയവരുമാണ് അല്ലേ? അപ്പോൾ 0 less than or equal to an less than or equal to 1. Here is a lower bound 0 and there is an upper bound 1. So it is bounded below by 0 and bounded above by 1. Therefore it is a bounded sequence. ഇനി അതുപോലെ if I take sequence n by n plus 1, ഇത് നമ്മൾ ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ സീക്വൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ അവിടെ അങ്ങോട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ A1 ആണ് ഏറ്റവും ചെറുത്. വാട്ട് ഇസ് A1? 1/1 + 1. ഓക്കെ, 1/1 + 1 ആണ് നമ്മുടെ കയ്യിലുള്ള A1 എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ 1/2. സോ 1/2വിനേക്കാളും വലിയവരാണ് എല്ലാ ANകളും. ഇവരെല്ലാവരും പക്ഷെ 1നേക്കാൾ ചെറുതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനേക്കാളും വലുതാണ് ഡിനോമിനേറ്റർ. ഇഫ് ദ ന്യൂമറേറ്റർ ഇസ് ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ ദെൻ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, രണ്ടും പോസിറ്റീവാണ്, എന്നാൽ ന്യൂമറേറ്ററിനേക്കാളും വലുതാണ് ഡിനോമിനേറ്റർ. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ANകളും 1/2വിനും 1നും ഇടയിലാണ് ഉണ്ടാവുക. സോ ദിസ് സീക്വൻസ് ഇസ് ബൗണ്ടഡ് ബിലോ ബൈ 1/2 and it is bounded above by 1. So there is a lower bound as well as upper bound. So this is also a bounded sequence. So there are sequences which are bounded below, not above. There are sequences which are bounded above and not below. There are sequences which are neither bounded below nor bounded above. രണ്ടുമല്ല, lower boundും ഇല്ല upper boundും ഇല്ല. Can you give an example for that? I will consider this sequence -1 1, -2 2, -3 3, etc. ഈ സീക്വൻസിന് നോട്ട് ബൗണ്ടഡ് എബോവ്, കാരണം ഇവിടെ 1 2 3 4 എല്ലാവരും ഉണ്ട്. അതുപോലെ ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ് ബിലോ. അപ്പം അങ്ങനെയുമുള്ള സീക്വൻസുകളുണ്ട്. ഓക്കെ, സോ ബൗണ്ടഡ് സീക്വൻസ് എന്താണ്, അപ്പർ ബൗണ്ട് എന്താണ്, ലോവർ ബൗണ്ട് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ മോണോട്ടോൺ കൺവെർജൻസ് തിയറത്തിലേക്ക് പോവാണ്. സോ മോണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറാണ്, തിയറം 6, മോണോട്ടോൺ കൺവെർജൻസ് തിയറം. സോ ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി ബൗണ്ടഡ് മോണോട്ടോണിക് സീക്വൻസ് ഈസ് കൺവെർജൻറ്റ്. എവരി ബൗണ്ടഡ് മോണോട്ടോണിക് sequence is convergent. Okay, every bounded monotonic sequence is convergent. അതായത് നമ്മളൊരു സീക്വൻസ് എടുത്തു, ആ സീക്വൻസ് ബൗണ്ടഡ് ആണ്, മീൻസ് അതിനൊരു അപ്പർ ബൗണ്ടും ഉണ്ട് ലോവർ ബൗണ്ടും ഉണ്ട്. പിന്നെ ഈ സീക്വൻസ് മോണോട്ടോണിക് ആണ്, അതായത് ഒന്നുകിൽ ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള സീക്വൻസുകളാണെങ്കിൽ ബൗണ്ടഡും ആണ് മോണോട്ടോണിക്കും ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പോൾ നമുക്ക് ജോമെട്രിക്കലായിട്ട് ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുകയാണ്, ബൗണ്ടഡ് ആണ്, ഇൻക്രീസിങ് ആണ്. ഓക്കെ, ബൗണ്ടഡും ആണ് ഇൻക്രീസിങ്ങും ആണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള സീക്വൻസിൻ്റെ പ്രത്യേകത. സോ സപ്പോസ് ഐ ഹാവ് സം നമ്പർ m here. ഇത് നമ്മുടെ സീക്വൻസിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് വിചാരിക്കുക. വെറുതെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ഇതിലും ചെറിയ അപ്പർ ബൗണ്ട്, ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് m.
സീക്വൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 1 2 3 4 എക്സെട്ര, ഇവിടെ 1 ഒരു ലോവർ ബൗണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 0 ഒരു ലോവർ ബൗണ്ടാണ്. പക്ഷെ 1 എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ ലോവർ ബൗണ്ടാണ്. അതുപോലെ ഇവിടെ അടുത്ത എക്സാമ്പിളിൽ -1 -2 -3 എക്സെട്ര, -1 ഈസ് ആൻ അപ്പർ ബൗണ്ട്, 0 ഈസ് അനദർ അപ്പർ ബൗണ്ട്. പക്ഷെ ആരാണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്? ഇറ്റ് ഈസ് -1. -1നേക്കാൾ ചെറിയ അപ്പർ ബൗണ്ട് ഇതിന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ നമ്മളൊരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിട്ടാണ് ഇവിടെ എം എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ സീക്വൻസ് നോക്കുകയാണ്. സീക്വൻസ് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ അതിന് ലോവർ ബൗണ്ടും ഉണ്ട് അപ്പർ ബൗണ്ടും ഉണ്ട്. ഇത് ഇൻക്രീസിങ് ആണെന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ A1 ആയിരിക്കും ഇവിടുത്തെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് A1, ദെൻ A2, A3, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് നോ അതർ ഓപ്പർച്യൂണിറ്റി, ഇതിന് വേറൊരു വഴിയില്ല, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴും ഏതിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല? എം എന്ന് പറയുന്ന നമ്പറിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീക്വൻസ് എമ്മിലേക്ക് കൺവേർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നിപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇഫ് ദർ ഈസ് ആൻ അപ്പർ ബൗണ്ട് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് then it is convergent. ഓക്കെ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണു ബട്ട് ഇറ്റ് ക്യാനോട്ട് ക്രോസ് ചെയ്യാം. ആ അവസ്ഥയിൽ വരുമ്പോൾ ഇത് എമ്മിലേക്ക് കൺവേർജ് ചെയ്യും. അതുപോലെ ഇനി അടുത്ത കേസ് ഞാൻ എടുക്കുകയാണ്. എന്താണ്? സീക്വൻസ് AN ബൗണ്ടഡ് ആണ്, പക്ഷെ അത് ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ലോവർ ബൗണ്ട് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ AN, സപ്പോസ് ഐ ഹാവ് എൻ എം ഹിയർ, സ്മോൾ എം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലോവർ ബൗണ്ട്. ഇനി ഞാൻ സീക്വൻസ് പ്ലോട്ട് ചെയ്യാണ്. ഇറ്റ് ഈസ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഹാവ് സം A1 ഹിയർ, A2 ഹിയർ, A3 ഹിയർ, A4, A5, A6, A7, A8, A9, എക്സെട്ര. ഇത് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണു ബട്ട് ഇറ്റ് ക്യാനോട്ട് ഗോ ബിലോ സ്മോൾ എം. സ്മോൾ എമ്മിൻ്റെ താഴേക്ക് പോകാനും പറ്റില്ല അതിന്. ഇതിങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇൻഫിനിറ്റ് ആയിട്ട് ചെറുതായി പോകാൻ പറ്റില്ല. ഇത് എമ്മിലെത്തുമ്പോൾ അപ്പോൾ ഇതിനിങ്ങനെ ഇതായിട്ട് വന്നേ പറ്റൂ. ഓക്കെ, സോ ഇറ്റ് വിൽ കൺവേർജ് ടു സ്മോൾ എം. അപ്പം ഇങ്ങനെ നമുക്ക് ബൗണ്ടഡും മൊണോട്ടോണിക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കൺവേർജൻറ്റ്. ഇതാണ് നമ്മുടെ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം നമ്മളോട് പറയുന്നത്. സോ ബൗണ്ടഡ് സീക്വൻസ് എന്താണ്, മൊണോട്ടോൺ കൺവേർജൻസ് തിയറം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. അതിനുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. സോ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് ഇതാണ്. 2 power n by n factorial. ഇതിൻ്റെ ലിമിറ്റ് കാണണം. I need to find the limit of 2 power n by n factorial as n tends to infinity. സോ ഞാൻ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് മൊണോട്ടോൺ കൺവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ഈ സീക്വൻസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ നോക്കണം. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ അറിയില്ല ഈ സീക്വൻസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന്. ഐ ഹാവ് ടു ചെക്ക്. അപ്പോൾ നമ്മളൊരു മെത്തേഡ് പറഞ്ഞത് an+1 - an പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എടുക്കുക, f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, അത് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് ആണ്, അങ്ങനെ പറഞ്ഞു പോകാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ വേറൊരു മെത്തേഡും കൂടി പഠിക്കുകയാണ്. കൺസിഡർ an+1 by an. So what is an? an is 2 power n by n factorial. അപ്പോൾ an+1 that is 2 power n+1 by n+1 factorial. സോ ഞാൻ ഈ an+1നെ an കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഐ ഹാവ് 2 power n+1 by n+1 factorial product n factorial by 2 power n. Actually I have to divide with 2 power n by n factorial. Instead of that I am multiplying with n factorial by 2 power n. So what is this?
2 power n plus 1 and 2 power n will become 2. N factorial by n plus 1 factorial, it is n plus 1. ഇതിലെ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ n ന്റെ വാല്യൂ 1 ആണെങ്കിൽ ഐ ഹാവ് 2/2. 2/2 is 1. n ന്റെ വാല്യൂ 2 ആയാൽ 2/3, അത് 1നേക്കാൾ ചെറുതാണ്. ഇനി അടുത്തത് 2/4 ആയിരിക്കും, അതും 1നേക്കാൾ ചെറുതാണ്. സോ ദിസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഐ ഹാവ് an plus 1 by an is less than or equal to 1 for all n element of natural numbers. So if I multiply both sides with an, I will get an plus 1 is less than or equal to an for all n element of natural numbers. ഇവിടെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇനീക്വാലിറ്റി മാറാതെ നിൽക്കുന്നത് എൻ്റെ an എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ. an പോസിറ്റീവ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് an നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ an കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാലിറ്റി നേരെ റിവേഴ്സ് ആയി പോയേനെ. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഇതുപോലെ തന്നെ നിൽക്കും. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? an plus 1 is less than or equal to an means sequence an is a decreasing sequence. Okay, sequence an ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ് കിട്ടി. സോ ദിസ് ഈസ് എ മോണോട്ടോൺ സീക്വൻസ്. ഇനി നമുക്കിത് ബൗണ്ടഡ് ആണോ എന്നറിയണം. ഈ മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണോ? ഓക്കെ, സോ ബൗണ്ടഡ് ആണോ എന്ന് നോക്കാനായിട്ട് വാട്ട് വി ഗെറ്റ് ഇസ്, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, an എന്ന് പറഞ്ഞാൽ 2 power n by n ഫാക്ടോറിയൽ ആണല്ലോ. ഇതെന്തായാലും 0നേക്കാളും വലുതാണ്. സോ ദർ ഈസ് എ ലോവർ ബൗണ്ട്. നൗ ഈസ് ദർ എൻ അപ്പർ ബൗണ്ട്? ഇതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടോ? ഓക്കെ, ഇത് അപ്പർ ബൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, എന്നിട്ട് കുറച്ച് a1 a2 a3 ഒക്കെ കണ്ടുപിടിക്കുക. സോ നിങ്ങൾ അങ്ങനെ n വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് a1 is equal. ഓക്കെ, അത് അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇതെല്ലാം ലോവർ ബൗണ്ട് ഉണ്ടെന്ന് കിട്ടി, ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടി. സീക്വൻസ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ആളാണ് a1, അതിലും ചെറുതായിട്ടാണ് എവിടേക്ക് പോണേ? a2ലേക്ക് പോണത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സോ ആരായിരിക്കും ഇതിലെ അപ്പർ ബൗണ്ട്? a1 is an upper bound. ഓക്കെ, ആൻഡ് an is less than or equal to a1. a1 ആരാ? 2 power 1 by 1 factorial, it is 2. So we get 0 less than or equal to an less than or equal to 2 for all n element of natural numbers. So this is a bounded monotone sequence. അപ്പോൾ monotone convergence theorem പ്രകാരം നമുക്ക് പറയാം it converges. So this converges by monotone convergence theorem. അപ്പോൾ കൺവെർജൻ്റ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ വാട്ട് ഇസ് an plus 1? ഇറ്റ് ഈസ് 2 power n plus 1 by n plus 1 factorial. I can write this as 2 by n plus 1 times 2 power n by n factorial. ഇതിൽ 2 power n by n factorial എന്ന് പറഞ്ഞാൽ an ആണ്. So 2 by n plus 1 times an. So the relation between an plus 1 and an is that an plus 1 equal to 2 by n plus 1 times an. Now limit of, ഇപ്പോൾ ഇവിടെ നമുക്കിത് കൺവെർജൻ്റ് ആണ് എന്ന് വരെ കിട്ടിയിട്ടുണ്ട്. ഇറ്റ് കൺവേർജസ് ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം. അപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ലിമിറ്റ് ഓഫ് an-നെ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ an-നെ ഞാൻ L എന്ന് വിളിക്കുകയാണ് കേട്ടോ. സോ ലിമിറ്റ് ഓഫ് an plus 1 as n goes to infinity will be same as limit of 2 by n plus 1 times an.
ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ ലിമിറ്റ് കൊടുത്തു. ഇനി എ എന്നിൻ്റെ ലിമിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും എ എൻ പ്ലസ് വണ്ണിൻ്റെ ലിമിറ്റ്. സോ ഐ ഹാവ് എൽ ഹിയർ. ദിസ് ഇസ് സെയിം ആസ്, ഇതിപ്പോൾ രണ്ട് സീക്വൻസുകളുടെ പ്രൊഡക്റ്റ് ഫോമിലാണ്. സോ ദിസ് ഇസ് ലിമിറ്റ് ഓഫ് 2/n പ്ലസ് 1 പ്രൊഡക്റ്റ് വിത്ത് limit of an, and limit of an is L, and limit of 2/n plus 1 is 0. So what is L? L is equal to 0 times L, which is 0. Hence answer of this is 0. Okay. ഇനി ഒരു രണ്ട് പ്രോബ്ലം കൂടി നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. സോ ബൗണ്ടഡ് മൊണോട്ടോൺ കൺവെർജൻസ് തിയറം എന്താണ്, ബൗണ്ടഡ് സീക്വൻസ് എന്താണ്, മൊണോട്ടോൺ കൺവെർജൻസ് തിയറം കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണ്, അതായത് ഒരു സീക്വൻസ് മൊണോട്ടോൺ ആണെന്നും ബൗണ്ടഡ് ആണെന്നും പ്രൂവ് ചെയ്താൽ അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്ന് കിട്ടി. ദെൻ ലിമിറ്റ് ഉണ്ട് എന്നുള്ള അസംഷനിൽ നമുക്ക് ചില ഫോർമുലാസ് ഡിറൈവ് ചെയ്ത് അതിൽ നിന്ന് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് നന്നായിട്ട് പഠിക്കുക. വീണ്ടും ഇതേ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചുള്ള ഒരു രണ്ട് പ്രോബ്ലം കൂടി നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.